ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തട്ടെ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ൻ്റെ 26 ഞാൻ വായിക്കാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ജ്ഞാനികളും വിവേകികളും നീ മറച്ചു വെച്ച് ശിശുക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർക്ക് നീ ഇത് വെളിപ്പെടുത്തി കൊടുത്തു. അവർ ദാഹിച്ചു, അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. 26 പറഞ്ഞു, യെസ് ഫാദർ, ഇറ്റ് പ്ലീസ്ഡ് യു ടു ഡു ഇറ്റ് ദിസ് വേ. പിതാവേ, ഇങ്ങനെ ചെയ്യുന്നതാണ് അങ്ങേക്ക് പ്രസാദകരം. എന്ന് പറഞ്ഞാൽ വചനം വ്യക്തമായിട്ട് പറയാം, ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകും. നമ്മുടെ അഹങ്കാരം അത് സ്പിരിച്വൽ പ്രൈഡാട്ടെ, ദൈവസന്നിധിയിൽ താഴാനുള്ള ആ മടിയാട്ടെ, എനിക്കെല്ലാം അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നോയമ്പ് നോക്കുന്നുണ്ട്, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ കൽപ്പനകൾ പാലിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നവരോർത്തോണം. ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. സ്വന്തം നീതിയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പൗലോസ് പറയാം, എനിക്ക് ന്യായപ്രമാണത്തിലുള്ള നീതിയല്ല എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണത്തിൽ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ നടന്നു, ഞാൻ ഇത് ചെയ്തില്ല, അതിൽ നിന്നും ലഭിക്കുന്ന നീതി, ദാറ്റ് വാസ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. അതാരെയും ദൈവസന്നിധിയിൽ പൂർണ്ണരാക്കത്തില്ല. ഇനിയെങ്കിലും തിരിച്ചറിയും. ഞാൻ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പിടികിട്ടുന്നൊരു കാര്യം, വിശ്വാസികൾ തന്നെ പിടികിട്ടുന്നൊരു കാര്യം, അവർക്കൊരിക്കലും കർത്താവിന് പൂർണ്ണമായിട്ട് കീഴടങ്ങാൻ പറ്റുന്നില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റീസണിങ് പവർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും അവർ സ്വന്തം ബുദ്ധിയിലിട്ട് അനലൈസ് ചെയ്യും. എന്ത് കേട്ടാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും നമ്മളിപ്പോൾ അവരോട് പറയാം, സി ദർ ഇസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഉടനെ അവരത് അകത്തോട്ട് കേട്ടിട്ട് റീസൺ ചെയ്യും. അതങ്ങനെ വരുന്നത്, അത് ദൈവം അങ്ങനെയല്ലോ പറഞ്ഞത്, പഴയ നിയമത്തിൽ അങ്ങനെയല്ലോ പറഞ്ഞത്, എൻ്റെ കൽപ്പന ലംഘിച്ചാൽ നിനക്ക് ശാപം. അപ്പോൾ പിന്നെ എങ്ങനെ അതിനപ്പുറത്ത് ദൈവം പറയും, എന്തിനായി റീസൺ ചെയ്യും? ഡയറക്റ്റ്ലി ഒരു ദൈവം എന്താ ചെയ്യുന്നത്? അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ട്, പരിശുദ്ധാത്മാവേ യു ജസ്റ്റ് റിവീൽ ഇറ്റ് ടു. ഞാൻ ഏത് ഉടമ്പടിയിലാണ് നിൽക്കുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞതിനകത്ത് വല്ല കാര്യമുണ്ട്? അതോ ഞാൻ ഇങ്ങനെ സ്വന്തം പ്രവൃത്തിയിൽ ഇങ്ങനെ നിൽക്കാനാണോ ഉദ്ദേശിച്ചത്? ഒന്നും പിടികിട്ടില്ല. അപ്പോൾ കഥ പറയുന്നത്, യെസ് ഫാദർ, ഇറ്റ് പ്ലീസ്ഡ് യു ടു ഡു ഇറ്റ് ദിസ് വേ. ഇങ്ങനെ ചെയ്യാനാണ് എനിക്ക് പ്രസാദമായത്. ഇനി 27, മൈ ഫാദർ ഹാസ് ഗിവൺ മീ അതോറിറ്റി ഓവർ എവ്രിതിങ്. ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷം ജീസസ് ക്രൈസ്റ്റിന് മുഴുവത്തിൻ്റെ മേലും വാഴാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ബോധ്യം, എല്ലാ ഗവൺമെൻറ്റും മാറി മറിഞ്ഞു വരും. ഇപ്പോൾ വളരെ സ്ട്രോങ് ആണെന്ന് വിചാരിക്കുന്നവർ നാളെ ചിലപ്പോൾ വീക്കാവും. നമുക്കറിയാം കോൺഗ്രസ് ഒക്കെ എത്ര പവർഫുള്ളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ന് വീക്കായിരുന്ന ഒരു പാർട്ടിയാണ് ഇത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതൊന്നും എന്നത്തേക്ക് നിലനിൽക്കത്തില്ല. അതൊക്കെ മാറിയും പറഞ്ഞൊക്കെ വരും. പക്ഷേ കർത്താവിൻ്റെ ആ അതോറിറ്റി ഒരിക്കലും മാറ്റരുത്. ഇവരെല്ലാം ഇവിടെ കിടന്ന് കളിക്കും, ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറയുമെങ്കിലും കർത്താവ് മോളിൽ നിന്നുണ്ട്. പണ്ട് ഒരു സിനിമ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് ഞാനാ തീരുമാനിക്കുന്നത് അല്ലേ? ഫൈനൽ അതോറിറ്റി. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവം ഒന്നും കണ്ട് ഭാരപ്പെടേണ്ട. ഫൈനൽ കൺട്രോൾ, ഫൈനൽ അതോറിറ്റി കർത്താവിൻ്റെ കയ്യിൽ. കർത്താവ് അനുവദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മളൊക്കെ എന്തുകൊണ്ടെങ്കിലും സംഭവിക്കും, കർത്താവ് അനുവദിച്ചോണ്ട്. കർത്താവിന് ഇത് എപ്പം വേണമെങ്കിലും നിർത്താവുന്നതുള്ളൂ. അപ്പോൾ കർത്താവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫിൽട്രേഷൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഏതാണെന്ന് എന്താ പറയുന്നത്, ആ ഒരു വെളിപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട കേട്ടോ. അയ്യോ ഇതെന്തായി തീരുന്നൊന്നും നമ്മൾ ഭാരപ്പെട്ടത്. അത് കർത്താവിൻ്റെ കരങ്ങളില്ല, സ്റ്റിയറിംഗ് കർത്താവിൻ്റെ കയ്യിൽ തന്നെ. കർത്താവിനറിയാം എപ്പോൾ അത് തിരിക്കണമെന്ന്. നമ്മൾ കർത്താവിലെന്ന് ആശ്രയിച്ചാൽ ചിലതിൽ കൂടെ നമ്മൾ കടന്നു പോകണമെന്ന് തന്നെയാണ് കർത്താവിൻ്റെ ഇഷ്ടം. അതിൽ കൂടെ കടന്നു പോകാനുള്ള സ്ട്രെങ്ത് തരണമെന്ന് പ്രാർത്ഥിച്ചാൽ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നത്, നമ്മൾ ഈ അവസാന കാലത്തോട്ട് വരുമ്പോഴത്തേക്ക് ക്രിസ്ത്യൻസ് ഒത്തിരി പീഡകളുണ്ട്. അപ്പോൾ പലതിൽ കൂടെ നമ്മൾ ഫേസ് ചെയ്യുന്നതിനും പലപ്പോഴും നമുക്ക് പിടിച്ചിരിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മൾ വെളിപാട് ദിവസമൊക്കെ വായിക്കുമ്പോൾ കേൾക്കാം, ഒരു നമ്പർ സ്വീകരിച്ചു അല്ലെങ്കിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ അന്നേരമൊക്കെ പിടിച്ചു കിട്ടാനുള്ള ശക്തി കിട്ടുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ഉള്ളത് ഞാൻ സത്യമായിട്ട് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞിടയ്ക്ക് ഒരു ദൈവാസം പറഞ്ഞു, നമ്മൾ കർത്താവിനെ വാസ്തവമായിട്ടും കർത്താവ് എന്ത് വന്നാലും ഞാൻ അങ്ങേ അനുസരിക്കും, ഞാൻ അങ്ങേ തള്ളി പറയില്ല എന്ന് നമ്മുടെ ഹൃദയപൂർവ്വം നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരും. നമുക്കതിനുള്ള ശക്തിയില്ല എന്നുള്ള ആദ്യമേ തിരിച്ചറിയും. അല്ലെങ്കിൽ എൻ്റെ ശക്തിയിലല്ല ഞാൻ നിൽക്കുന്നതാണ്. ആ സമയത്ത് എനിക്ക് ആവശ്യമായ ശക്തി പരിശുദ്ധാത്മാവ് തരും.
അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് സ്റ്റേഫാനോസ് ഒക്കെ സാറ് നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ താൻ സ്വർഗം തുറക്കുന്നതും ദൈവം അന്ന് കാണിച്ചു കൊടുത്ത ദർശനം എന്താ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഈ കല്ലെറിയുന്നവരല്ല കാണിക്കുന്നത്, സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലത്തുഭാഗത്ത് ജീസസ് ക്രൈസ്റ്റ് നിൽക്കുന്നതും. അപ്പോൾ തനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, ഞാനിപ്പോൾ അങ്ങോട്ട് എല്ലാം പോകും അല്ലേ, എൻ്റെ എന്താണ് യാത്ര തുടങ്ങും. അദ്ദേഹത്തിന് ഇത് വലിയൊരു വിഷയമാണ്. ആ ശക്തി എവിടെ നിന്ന് കിട്ടി? പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ദൈവം ശക്തീകരിക്കുക. സ്വന്തം ശക്തി നിൽക്കാൻ പറ്റത്തില്ല. അതെല്ലാ അപ്പോസ്തലന്മാരുടെയും ചെയ്യുന്നുണ്ട്. അവരെ എല്ലാം പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ കർത്താവ് തന്നെ അവരെ ശക്തിപ്പെടും. എന്ന് പറഞ്ഞ പോലെ ഏത് പ്രതിസന്ധി പോകുമ്പോഴും നമ്മൾ ഓർത്തോണം, എത്ര വലിയ പീഡനം നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ കർത്താവിനെ തള്ളിപ്പറയുകയില്ല എന്ന് ഉറച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തിയും പരിശുദ്ധാത്മാവ് തന്നെ തരും. നമ്മൾ അറിയത്തില്ല, കാരണം നമ്മൾ പോലും അത്ഭുതപ്പെട്ടു. അതാണ് കർത്താവിൻ്റെ ഡിവൈൻ സ്ട്രെങ്ത് എന്ന് പറയും. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവ് കേട്ടോ, അല്ല ഭീരുത്വത്തിൻ്റെ അല്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കർത്താവിനെ ഇരിക്കും.